ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഡെനക്സിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു 2.1 പവർ ആംപ്ലിഫയർ എന്ന് തന്നെ പറയാം. നല്ലൊരു ഹൈഫൈ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നൊരു ആംപ്ലിഫയറാണ്. ഇതിൻ്റെ പാനൽ ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്നും ചെയ്യുന്നേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ പാനൽ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് നോബുകൾ വന്നിട്ടുണ്ട്. അതായത് ഒന്ന് മാസ്റ്റർ കൺട്രോളും അടുത്തത് സബിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് മാസ്റ്റർ കൺട്രോളിൽ നമുക്ക് സ്റ്റീരിയോ ഔട്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ബേസ്, അതുപോലെ തന്നെ മിഡ്, ട്രിബിൾ, ഒരു 3 വേ എന്ന രീതിക്കാണ് നമ്മളിതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. റിമോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൈക്കിൻ്റെ ഒരു ഇൻപുട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ തന്നെ USB സോക്കറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ പവർ ഓൺ ഓഫ് സ്വിച്ച് ശരിക്കും ഫ്രണ്ട് സൈഡിലാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ബാക്ക് സൈഡിലാണ് കൊടുക്കാറ്. ഈ പ്രാവശ്യം അത് ഫ്രണ്ട് സൈഡിൽ നമ്മൾ കൊടുത്ത് നല്ലൊരു ഡിസൈൻ സ്റ്റൈലാക്കിയിട്ടുണ്ട്. പിന്നെ 2 വ്യൂമീറ്ററും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന USB പാനൽ എന്ന് പറയുന്നത് ബ്രെയിൻ ഓഡിയോസിൻ്റെ പുതിയൊരു ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന നല്ലൊരു ബോർഡാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബേസും ട്രിബിളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബോർഡാണ് നമുക്ക് USB വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് വ്യൂമീറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റീരിയോ ഇൻപുട്ടിനുള്ളതും അതുപോലെ തന്നെ FM ആൻറ്റിനേക്ക് ഔട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് വരുന്നത്. 4 ohmസിൽ നമുക്കൊരു 200 RMS ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഓരോ ചാനലും വരുന്നത്. സബിനാണെങ്കിൽ 300 RMSും പിന്നെ പവർ സോക്കറ്റും ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എന്തൊക്കെ ബോർഡുകളാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഡൈനക്സിൻ്റെ തന്നെ ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിനും കൊടുത്തിരിക്കുന്നത്. ഇതൊരു കുറച്ചൊരു ഹെവി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഈ 3 ബോർഡിലേക്കും ഒറ്റ ട്രാൻസ്ഫോമറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നല്ല പവർ കൂട്ടിയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആംബിയർ ആണെങ്കിൽ നമ്മളത് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 45045 നമുക്ക് വരുന്നത്. അതായത് ഒരു 18 ആംബിയറിൽ നമുക്ക് ഈ 3 ബോർഡിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 6 കപ്പാസിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന PCB റെക്ടിഫയർ ബോർഡാണെങ്കിലും ഡൈനക്സിൻ്റെ തന്നെയാണ് പവർ നല്ല ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു റെക്ടിഫയർ തന്നെയാണ് നമ്മളിതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ നോക്കുവാണെങ്കിൽ ഡിജി ക്യാപ്പിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി കപ്പാസിറ്ററുകളാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ പല ഫേക്ക് കപ്പാസിറ്ററുകളും അതുപോലെ തന്നെ ഡാമേജ് ഉള്ളതൊക്കെ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സ്റ്റീരിയോയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡെനക്സിൻ്റെ 200 RMS ഔട്ട്പുട്ട് കിട്ടുന്ന 4 ട്രാൻസിസ്റ്റർ കൊടുത്ത ഒരു ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്കയായിട്ട് 200 RMS കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹീറ്റ് സിങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ ബോർഡുകളിൽ കാണുന്നതിനേക്കാളും കുറച്ചൊരു ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് കൂളിങ്ങിന് വേണ്ടി നമ്മളൊരു ഓട്ടോമാറ്റിക് ഒരു ഫാൻ കൺട്രോളും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു 4 ohmസിൽ ഒരു 200 RMS ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റീരിയോ ബോർഡ് വരിക്കുന്നത്. പിന്നെ മാക്സിമിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മളിന്ന് ഉപയോഗിക്കുന്ന സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഈ പ്രാവശ്യം ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സബിൻ്റെ ബോർഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ 300 RMS ആണ് സബിന് നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 6 ട്രാൻസിസ്റ്ററിൻ്റെ ഡൈനക്സിൻ്റെ ബോർഡ് തന്നെയാണ് സബിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്ററും അതുപോലെ തന്നെ ഇതിൻ്റെ റെസിസ്റ്റൻറ്റ് ട്രാൻസിസ്റ്റർ എല്ലാം നല്ല ഒറിജിനൽ ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ ബോർഡിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 1500 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കൂളിങ്ങിന് വേണ്ടി ഒരു ഫാനും കൂടെ കൊടുത്ത് നല്ല ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് സബിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു ഓട്ടോമാറ്റിക് ഒരു ഫാൻ കൺട്രോളും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സബ് ഫിൽറ്റർ, നമ്മൾ പുതിയൊരു സബ് ഫിൽറ്ററാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സബ് ഫിൽറ്ററാണ്. അതിനെപ്പറ്റി കുറച്ച് പറയാനുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ റെക്ടിഫയർ നമ്മൾ ഓരോ ബോഡിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റെക്ടിഫയറുകളാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. പരമാവധി നോയ്സൊക്കെ നമുക്ക് ഒഴിവാക്കി നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ സിംഗിൾ ടാപ്പിംഗ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു 3 വേ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ടോൺ ബോർഡ്, അത് ടെക്കിൻ്റെ തന്നെയാണ്. ഓൾറെഡി ഈ ബോർഡിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബോർഡും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സൊക്കെ വേണമെങ്കിൽ
നമ്മുടെ സൈറ്റിൽ കയറുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ USB മൊഡ്യൂൾ എന്ന് പറയുന്നത് ബ്രെയിൻ ഓഡിയസിൻ്റെ ആണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബോർഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ ബോർഡും ഇതിൻ്റെ ഒരു റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. കാരണം ഈ ബോർഡിനെ പറ്റി കുറേ നമുക്ക് പറയാനുണ്ട്. ഔട്ട്പുട്ടിൽ ഇപ്പോൾ കിട്ടുന്നതിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു USB മൊഡ്യൂളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു റിമോട്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സംബന്ധമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഹൈഫൈ 2.1 ആംപ്ലിഫയർ എന്ന രീതിക്കാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ട് ഇത് പർച്ചേസ് ചെയ്യാവുന്നതുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സുകളും കമ്പോണൻസുകളൊക്കെ വേണമെങ്കിൽ ഏത് രീതിക്കാണെങ്കിലും നമ്മുടെ അവൈലബിൾ ആണ്. അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.